നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഏർലിംഗ് ഹാലൻഡ് ഓർ ഹുലിയൻ അൽവാരസ്. ബാഴ്സക്ക് മുന്നേറ്റ നിരയിൽ ആരെയാണ് കൂടുതൽ യോജിക്കുക എന്ന ചർച്ച ഒരു ഭാഗത്ത് ചിലരെങ്കിലും നടത്തുന്നുണ്ട്. ഹുലിയൻ ആൽവാരസിനെ എത്തിക്കും റോബർട്ട് ലെവൻഡോസ്കി പോയി കഴിഞ്ഞാൽ എന്നൊക്കെ പറയുന്നത് വ്യാപകമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ കളികളായിട്ട് ഈ ഹുലിയൻ ആൽവാരസ് എന്ന് പറയുന്ന കളിക്കാരൻ ഒരു ഗോൾ പോലും നേടിയിട്ടില്ല എന്നുള്ളതും ഇപ്പോൾ ഉയർത്തി കാണിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നിരീക്ഷണം വരുന്നു. ഇത് നടത്തിയിരിക്കുന്ന സ്പോട്ടിൽ വളരെ കൃത്യമായിട്ട് ഏണസ്റ്റ് ഫോൾച്ച് വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. സംഗതി മറ്റൊന്നുമല്ല, ഏർലിംഗ് ഹാലൻഡ് ഓർ ഹുലിയൻ ആൽവാരസ് എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം മാർക്കസ് റാഷ്ഫോർഡ് എന്നാണ്. നിങ്ങൾ ഹാലൻഡിനെയും ആൽവാരസിനെയൊക്കെ മറന്നിട്ട് റാഷ്ഫോർഡിനെ ഇവിടെ നിലനിർത്താനുള്ള പണി നോക്ക്. ഹാലൻഡിനെ കൊണ്ടുവരാനും ഹുലിയൻ ആൽവാരസിനെ കൊണ്ടുവരാനും ഒക്കെ വലിയ വലിയ തുക ആവശ്യമാണെങ്കിൽ 30 മില്യൺ യൂറോക്ക് ഈ മനുഷ്യനെ ഇവിടെ നിർത്താൻ പറ്റും. ഇവൻ അത്രയധികം ടീമിന് വേർത്താണ്. എന്തായാലും ആ ഒരു വിശകലനത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. തീർച്ചയായിട്ടും മയോർക്കെതിരെയുള്ള മത്സരത്തിൽ റാഷ്ഫോർഡ് ഗോളടിച്ചിട്ടില്ല, മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും നേടിയിട്ടില്ല. എന്നിട്ടും ബാഴ്സലോണയുടെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അദ്ദേഹമായിരുന്നു. 2 പകുതികളിലും ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച് റാഷ്ഫോർഡാണ്. ഡ്രിബിളിങ്ങിലൂടെയും അവസരങ്ങൾ സൃഷ്ടിച്ചും ലാലിഗയിലെ ഈ സീസണിൽ തന്നെ ബാഴ്സയുടെ ഏറ്റവും മികച്ച കണ്ടെത്തൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒരിക്കൽ കൂടി മികച്ച പ്രകടനം പുറത്തെടുത്തിരിക്കുന്നു. പ്രതിരോധത്തിലെ പോരായ്മകളും അച്ചടക്കമില്ലായ്മയും ഒക്കെ ചൂണ്ടിക്കാട്ടി ഒരു റിസ്ക് എന്ന രൂപത്തിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് അദ്ദേഹം ബാഴ്സലോണയിലേക്ക് എത്തുന്നത്. എന്നാൽ ഡെക്കോയുടെ ദീർഘവീക്ഷണവും ഫ്ലിക്കിൻ്റെ കീഴിൽ റാഷ്ഫോർഡിൻ്റെ മികച്ച രീതിയിലുള്ള പ്രകടനം കൂടി വന്നപ്പോൾ അവൻ വളർന്നു. ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്നതിൽ നിന്ന് ടീമിന് ഗുണകരമാകുന്ന ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാന്നിധ്യമായി റാഷ്ഫോർഡ് വളർന്നിട്ടുണ്ട്. ക്ലബിൻ്റെ വളർച്ചയിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും നിർണായക പങ്കാണിപ്പോൾ അയാൾ വഹിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നിരീക്ഷണം ഇങ്ങനെയാണ്: മെസ്സി പോയി 5 വർഷങ്ങൾക്ക് ശേഷം ലോങ് റേഞ്ച് ഫ്രീ കിക്കുകൾ കൃത്യമായി എടുക്കാൻ പറ്റുന്ന, ബാഴ്സലോണ നഗരത്തിനോടും ക്ലബിനോടും കൂറ് പുലർത്തുന്ന ഒരു കളിക്കാരന് ബാഴ്സലോണക്ക് ലഭിച്ചിരിക്കുകയാണ്. വെറും 30 മില്യൺ യൂറോക്ക് ഈ കരാറ് പൂർത്തിയാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഡെക്കോയുടെ ചർച്ചാ പാഠവും ഇവിടെ നെഗോസിയേഷൻ പാഠവും ഇവിടെ വളരെ കൃത്യമാണ്. സമീപകാലത്തെ ക്ലബിൻ്റെ ഏറ്റവും മികച്ച നീക്കങ്ങളിലൊന്നാണിത്. ഹാലൻഡാണോ അൽവാരസ് ആണോ എന്ന ചോദ്യം വരുമ്പോൾ ഉത്തരം റാഷ്ഫോർഡ് എന്നുള്ളതാണ്. കാര്യക്ഷമതയുള്ള, സ്വാധീനമുള്ള ഒരു യഥാർത്ഥ ബാഴ്സ താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ. ഏതായാലും റാഷ്ഫോർഡിനെ ലോൺ കാലാവധി കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുപോകുമോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ചോദ്യമുണ്ട്. മൈക്കൽ കാരിക്കിന് താരത്തിൽ താല്പര്യമുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ കാരിക്ക് അവിടെ ഇൻ്ററിംഗ് കോച്ച് മാത്രമാണ് എന്ന കാര്യവും മറക്കേണ്ടതില്ല. ബാഴ്സയ്ക്ക് എന്തായാലും റാഷ്ഫോർഡിനെ നിലനിർത്താൻ പറ്റുകയാണെങ്കിൽ അതൊരു മികച്ച ഡീലായിരിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.